നമസ്കാരം. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ അവർകളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പലവട്ടം നുണ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇതെൻ്റെ ചോദ്യമല്ല, ഈ നാട്ടുകാരുടെ മുഴുവൻ ചോദ്യമാണ്. നിങ്ങൾ ഭരണത്തിലിരുന്ന 10 വർഷക്കാലം കേരളത്തിനുണ്ടാക്കിയ കഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചർച്ച ചെയ്യാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ താങ്കളുടെ ഭരണകാലത്ത് താങ്കളുടെ ഭരണത്തിന് കീഴിൽ ഈ നാട് അനുഭവിച്ച ചില ജാള്യതകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികളെ പറ്റിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. താങ്കളുടെ 2ാം സർക്കാരിൽ സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്ന വി അബ്ദുൾ റഹ്മാൻ മറ്റൊരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞ് ചില പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. അതിനുവേണ്ടി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം വരെ കൈമാറ്റം ചെയ്ത് ചില നിർമ്മാണ പ്രക്രിയകൾ നടത്തുന്ന പ്രഹസനങ്ങളും നമ്മൾ കണ്ടതാണ്. എന്നാൽ കേരയിൽ വരും കേട്ടോ എന്ന് താങ്കൾ പറഞ്ഞ ആ ഒരു പദ്ധതി പിന്നീട് മടക്കി കെട്ടി പരിയത്ത് വെച്ചതുപോലെ മെസ്സി വരും കേട്ടോ എന്ന് പറയുന്നതല്ലാതെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെയും മെസ്സി പ്രേമികളെയും വെറുതെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന മാത്രം നടത്തുകയായിരുന്നു നിങ്ങൾ. സർക്കാരിന് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് താങ്കളുടെ 2ാം സർക്കാരിലെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്ന വി അബ്ദുൾ റഹ്മാൻ തുറന്നടിച്ചത്. ഇത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഒരു മറ്റൊരു സ്വകാര്യ കമ്പനിയും തമ്മിൽ നടന്നൊരു കരാറാണ്. ആ കൊടുക്കൽ വാങ്ങലിൽ സർക്കാരിന് യാതൊരു തരത്തിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അബ്ദുൾ റഹ്മാൻ എന്ന സ്പോർട്സ് വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം പച്ചക്കള്ളമാണ് എന്നുള്ളതിന് കൃത്യമായ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി മെസ്സിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ ചില ഇമെയിൽ ഇടപാടുകൾ $9 മില്യൺ അവർക്ക് വേണ്ടി കൊടുക്കുന്നു. എന്നാൽ പറഞ്ഞ തുക മുഴുവൻ കൊടുക്കാത്തതിനാൽ കമ്പനി ആ കരാറിൽ നിന്നും, അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആ കരാറിൽ നിന്നും മാറുന്നു. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണയാണ് ഇമെയിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിങ്ങിന് അയച്ചിരുന്നത്. ഇതിൽ ഒരു കോപ്പി വി അബ്ദുൾ റഹ്മാനും കൊടുത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് മെസ്സിയെ കൊണ്ടുവരുന്നതിന് അർജന്റീന ടീം കേരളത്തിൽ കളിക്കുന്നതിന് വേണ്ടി അവർ പറഞ്ഞിരുന്ന തുക കൊടുക്കാതെ $9 ബില്യൺ ആദ്യം അഡ്വാൻസായി കൊടുക്കുന്നു. പിന്നീട് ബാക്കി തുക പറഞ്ഞ കാലാവധിക്കുള്ളിൽ കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഈ പണം കൊടുക്കുവാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിൽ പലതവണ അവർ ഇമെയിൽ അയച്ചിട്ടും അവർ അത് കൊടുക്കുന്നില്ല. പിന്നീട് $9 മില്യൺ നിന്നും $5 മില്യൺ പിഴ ഈടാക്കുന്നതായി, അതായത് മുഴുവൻ തുകയും കൊടുക്കാത്തതിൻ്റെ പേരിൽ തങ്ങൾക്കുണ്ടായ നഷ്ടം കണക്കിലെടുത്തുകൊണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ടർ ചാനൽ നൽകിയ ഈ $9 മില്യൺ നിന്ന് $5 മില്യൺ പിഴയായി ഈടാക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇമെയിൽ കിട്ടിയതിനെ തുടർന്നാണ് വി അബ്ദുൾ റഹ്മാൻ എന്ന സ്പോർട്സ് വകുപ്പ് മന്ത്രി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഇമെയിൽ അയക്കുന്നത്. സർക്കാരുമായി ഇതിന് യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന് പറഞ്ഞ അബ്ദുൾ റഹ്മാൻ ഈ ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീനയ്ക്ക് അയച്ച ഇമെയിൽ ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിന് ഈ കരാർ റദ്ദാക്കുന്നതിലൂടെ നഷ്ടമുണ്ടാകുമെന്നും അതുകൊണ്ട് ഇക്കാര്യം പരിഗണിക്കണം എന്ന് കാണിച്ചുകൊണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും അതുപോലെ തന്നെ അർജന്റീനയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിലെ അംബാസഡറിനും ഈ സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്ന വി അബ്ദുൾ റഹ്മാൻ കത്തയച്ചിരിക്കുന്നു. സർക്കാരിന് ഈ കാര്യത്തിൽ നഷ്ടമുണ്ടാകും എന്ന് തന്നെയാണ് അബ്ദുൾ റഹ്മാൻ ഇമെയിലിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള കരാറിൽ നിന്നും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പിന്മാറുകയാണെങ്കിൽ മെസ്സിയും ടീമും കേരളത്തിൽ കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം കേരള സർക്കാരിന് തന്നെയാണ്, സംസ്ഥാന സർക്കാരിന് തന്നെയാണ്, ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് വി അബ്ദുൾ റഹ്മാൻ ഇമെയിലിൽ സൂചിപ്പിക്കുമ്പോൾ സർക്കാരിന് ഇതിൽ പങ്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെ കള്ളമായി മാറുന്നു. ഈ ഇമെയിലിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മെസ്സി വരില്ല എന്നുള്ളത്, പണമടയ്ക്കാതെ മെസ്സി വരില്ല എന്നിവർക്ക് അറിയാമായിരുന്നിട്ട് കൂടി കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെയും പ്രേമികളെയും ഇവർ കഷ്ടത്തിലാക്കുകയായിരുന്നു. മാത്രമല്ല 128 കോടിയുടെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടാണ് നടന്നിരിക്കുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടാണ് നടന്നിരിക്കുന്നത്. അർജന്റീനയ്ക്ക് കൈമാറിയിരിക്കുന്ന ഈ പണ ഇടപാടുകളിൽ അത്തരം ചില ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷിക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇത്തരം കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. എന്നാൽ
1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. മാത്രമല്ല ഇത് രാജ്യാന്തര കുറ്റമായി തന്നെ നിലയിൽ വരുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് റിപ്പോർട്ടർ ചാനൽ പണം കൊടുത്തിരിക്കുന്നത് ക്രമവിരുദ്ധമായാണോ, ഇവിടെ വിദേശ നാണയ വിനിമയ ചട്ടങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ കേസിലേക്ക് ഇപ്പോൾ EDയോ അല്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസോ NIAയോ തന്നെ കടന്നു വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി എന്ന രീതിയിൽ അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് കായിക വകുപ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയണമെന്നില്ല, പക്ഷേ അവിടെ ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാമെന്നാണ് പിണറായി വിജയൻ തുറന്നടിച്ചത്. ബഹുമാന്യനായ പിണറായി വിജയൻ സഖാവേ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ക്രമക്കേട്, നഗ്നമായ അഴിമതിയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഒരു കരാറിൽ ഒരു ബ്രോഡ്കാസ്റ്റ് കമ്പനി ഏർപ്പെടുന്നു. കാലാവധിക്ക് ശേഷവും ആ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അഡ്വാൻസ് തുകയിൽ നിന്നും അവർ പിഴ ഈടാക്കുന്നു. ബാക്കി പണം തിരിച്ചു കിട്ടിയോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെയും ഈ ബ്രോഡ്കാസ്റ്റ് കമ്പനി ചീറ്റ് ചെയ്തു എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവരും ഈ കാര്യങ്ങൾ നീക്കുന്നത്. കേരള സർക്കാരിന് ഇതിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്ന അബ്ദുൾ റഹ്മാൻ തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഇമെയിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ അംബാസഡറിനും അർജന്റീനയിലേക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്. അത് കേരള സർക്കാരിൻ്റെ ഒരു മന്ത്രി എന്ന രീതിയിൽ കേരള സർക്കാരിന് ഇതിൽ നഷ്ടമുണ്ടാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഇമെയിൽ അയച്ചിരിക്കുന്നതിനാൽ അത് കേരള സർക്കാർ അറിയാതെയാണ് എന്നുള്ള മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയുമ്പോൾ അത് തന്നെ കള്ളമാണ് എന്നുള്ളതാണ് മനസ്സിലായിരിക്കുന്നത്. മാത്രമല്ല സ്പോർട്സ് വകുപ്പിൽ ആരും തന്നെ, അല്ലെങ്കിൽ സ്പോർട്സ് വകുപ്പിൻ്റെ സെക്രട്ടറിമാരോ ഉദ്യോഗസ്ഥന്മാരോ മന്ത്രി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ അല്ലെങ്കിൽ അംബാസഡറുമായി നടത്തിയ ഇത്തരം കത്തിടപാടുകളെക്കുറിച്ച്, ഇമെയിൽ ഇടപാടുകളെക്കുറിച്ച് അവർക്ക് ആർക്കും അറിയില്ല, അവർക്ക് ആർക്കും കോപ്പി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ മന്ത്രി അബ്ദുൾ റഹ്മാൻ്റെ കുടുംബ സുഹൃത്തായ ഒരു ആയിഷ ബീഗത്തിന് ഈ കത്തിൻ്റെ ഇമെയിൽ കോപ്പികളെല്ലാം കൊടുത്തിട്ടുണ്ട്, കൈമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്ന ഒരു ഇടപാട് എങ്ങനെയാണ് മന്ത്രിയുടെ ഈ ഇഷ്ടക്കാരിയായ അല്ലെങ്കിൽ കുടുംബ സുഹൃത്തായ ഒരു ബന്ധുവിന് ഇതെല്ലാം കൈമാറുന്നത്? സർക്കാർ രേഖകൾ എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറാനാവുക? മന്ത്രിയും ഇവരും തമ്മിൽ എന്താണ് ഇടപാട് എന്നുള്ളതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും ഏറെ ദുരൂഹമായ ഈ ഒരു ഇടപാടിൽ കേരളത്തെ മെസ്സിയെ കാത്തിരുന്ന കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാനും പിണറായി വിജയൻ സർക്കാരും ചീറ്റ് ചെയ്യുകയായിരുന്നു, ചതിക്കുകയായിരുന്നു, കബളിപ്പിക്കുകയായിരുന്നു, നാണം കെടുത്തുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും DD സതീശൻ സർക്കാർ ഈ മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട് പന്ത് തട്ടിക്കളിക്കുന്നത് പോലെ അബ്ദുൾ റഹ്മാൻ റിപ്പോർട്ട് ചാനലും കേരളത്തിലെ മെസ്സി ആരാധകരെയും ഫുട്ബോൾ ആരാധകരെയും തട്ടിക്കളിച്ചതിന്, കബളിപ്പിച്ചതിന് DD സതീശൻ സർക്കാർ ഇവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുവാനുള്ള പ്രാരംഭമായ ആലോചനയിൽ അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.